മിസ്റ്റർ കെ രാഗേഷ്, കോൺട്രാക്ടറെ കാണാൻ നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താണ് ഔദ്യോഗിക പദവി? CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണോ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനിൻ്റെ കോൺട്രാക്ടറോട് സംസാരിച്ച് ആ പ്രശ്നത്തിൽ ഇടപെടേണ്ടത്? മുസ്ലിം ലീഗ് പറയുന്നു രാഗേഷ് കമ്മീഷൻ ചോദിച്ചു, അതുകൊണ്ടാണ് ഇത് തടസ്സപ്പെട്ടത്. കെ രാഗേഷ് പറയുന്നു ഈ മുസ്ലിം ലീഗ് കമ്മീഷൻ ചോദിച്ചു, അതുകൊണ്ടാണ് തടസ്സപ്പെട്ടത്. ഈ നാട്ടിലെ വോട്ടർമാർക്ക് മുമ്പിൽ ഈ വിഷയം ഞങ്ങൾ മുന്നോട്ട് നോക്കിയാണ്. നിങ്ങൾ നോക്കൂ, ഈ കണ്ണൂരിലെ വികസനം മുഴുവൻ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാഴ്ചപ്പാടുമില്ല. ഉദാഹരണത്തിന് ഇന്ത്യയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും അമൃത പദ്ധതിയിൽ വിമാനത്താവളങ്ങൾ പോലെ മനോഹരമായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പയ്യന്നൂർ നോക്കൂ, തലശ്ശേരി ഡെവലപ്മെൻറ്റ് നടക്കുന്നു, വടകര പൂർത്തിയായി, കോഴിക്കോട് ദ്രുതഗതിയിൽ നടക്കുന്നു. എന്തേ കണ്ണൂർ നടക്കാത്തത്? കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷൻ വികസനം തടസ്സപ്പെടുത്തിയത് രണ്ടാളാണ്. രണ്ട് MP-മാരാണ്. ഒന്ന് CPM-ന്റെ ശിവദാസൻ, രണ്ട് കോൺഗ്രസിൻ്റെ സുധാകരൻ. ഇവിടുത്തെ IOC-യുടെ ആ ഓയിൽ പ്ലാന്റ് അവിടുന്ന് മാറ്റണം, എങ്കിൽ മാത്രമേ ഈ നഗരത്തിലെ ജനങ്ങളുടെ ജീവന സുരക്ഷിതത്തുള്ളൂ, റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം യാഥാർത്ഥ്യമാകൂ എന്ന് പറഞ്ഞ് ഞാൻ പാർലമെൻറ്റ് മെമ്പറായപ്പോൾ കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായി മാറ്റുമായിരുന്നു. അത് ഘട്ടം ഘട്ടമായി IOC മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ശിവദാസൻ MP-യും സുധാകരൻ MP-യും കത്ത് കൊടുത്ത് അതിനെ തടസ്സപ്പെടുത്തി വൈകിപ്പിക്കുകയാണ് ചെയ്തത്. അവസാനം ശക്തമായി രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇടപെട്ട് അതിപ്പോൾ പൂർണ്ണമായി മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം വൈകിപ്പിച്ചവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമോ എന്നാണ് ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. LDF-ഉം UDF-നും കണ്ണൂരിൻ്റെ വികസനത്തെ സംബന്ധിച്ച് യാതൊരു കാഴ്ചപ്പാടുമില്ല. വിനോദിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപരോധ സമരത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ് ശരി. ഈ കണ്ണൂരിനെ നരകമാക്കി മാറ്റിയവരിൽ നിന്ന് ഈ കണ്ണൂരിനെ രക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്.